ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ അവരുടെ വീടിന്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ ഒക്കെ ബാൽക്കണിയിൽ വന്ന് നിന്നുകൊണ്ട് ആരാധകർക്ക് നേരെ അഭിസംബോധന ചെയ്യുന്നതും കൈ ഉയർത്തി കാണിക്കുന്നതൊക്കെ നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ SRK ഒക്കെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സമയത്ത് അവരുടെ ബാൽക്കണിയിൽ വന്ന് നിന്നുകൊണ്ട് ആരാധകർക്ക് നേരെ കൈ പൊക്കി കാണിക്കുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ബാൽക്കണിയിൽ വന്ന് നിന്നുകൊണ്ട് തുണി പൊക്കി കാണിക്കുന്ന ഒരു സെലിബ്രിറ്റിനെ നമ്മൾ കാണുന്നത്. ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആക്ടർ വിനായകൻ ബാൽക്കണിയിൽ വന്ന് നിന്നുകൊണ്ട് നഗ്നത പ്രദർശനം നടത്തിയിരിക്കുകയാണ്. ഒരു കൈലിമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ബാൽക്കണിയിൽ വന്നു നിന്നുകൊണ്ട് പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് ഈ കാണിക്കാൻ പാടില്ലാത്ത പലതും കാണിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിനെ പോലെയുള്ള ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ പബ്ലിക്കിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പ്രൊഫഷണലി 100% ക്ലാസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ ലോക തോൽവിയാണെന്നുള്ളത് പലപ്പോഴായിട്ട് ഇദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ തന്നെയാണ് വിനായകൻ എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആക്ടർ. ഇദ്ദേഹം പ്രൊഫഷണൽ ലൈഫിൽ കാണിക്കുന്ന ആ ഒരു ഡിസിപ്ലിന്റെ ഒരു പകുതിയെങ്കിലും പേഴ്സണൽ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു റെസ്പെക്ട് എല്ലാവർക്കും തന്നെ ലഭിച്ചേനെ. അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലല്ല ഉള്ളതെന്നുള്ളത്. മേ ബി എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തതാകാം, അല്ലെങ്കിൽ മദ്യപിച്ചതാകാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാരണമുള്ള മെഡിക്കേഷൻസ് കാരണവും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതാവാം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും പബ്ലിക്കലി ഇങ്ങനെ വന്ന് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രൊവോക്ഡ് ആയതെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരു സെലിബ്രിറ്റി എന്തൊക്കെ രീതിയിൽ പ്രൊവോക്ഡ് ആയാലും പബ്ലിക്കലി വന്നിട്ട് ഇങ്ങനത്തെ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെ പുറത്ത് വന്നിട്ട് മാന്യമായിട്ടായിരുന്നു ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇത്രയും തുണിപൊക്കി കാണിച്ചിട്ടും ഇതുവരെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു കേസ് ഫയൽ ചെയ്തതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ അദ്ദേഹവും കുറഞ്ഞതൊന്നുമല്ല അപ്പുറത്ത് നിന്ന് കാണിച്ചിട്ടുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ഒരു ന്യൂസ് ഇദ്ദേഹം തന്നെ ഷെയർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇതൊന്നും അദ്ദേഹത്തെ ഒട്ടും അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ആക്ടറിന് എന്തുകൊണ്ട് അർഹിക്കുന്ന ഒരു റെസ്പെക്ട് ലഭിക്കുന്നില്ല എന്നത് ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. ഇദ്ദേഹം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ബിഹേവിയർ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പെക്ട് എവിടെ നിന്ന് കിട്ടാതെ പോകുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ന്യൂസ് കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനോട് ആളുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഇദ്ദേഹം ദളിതനായതുകൊണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം താഴ്ന്ന ജാതി ആയതുകൊണ്ടോ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരിക്കലും ഇദ്ദേഹം അർഹിക്കുന്ന ഒരു റെസ്പെക്ട് ലഭിക്കാത്തത്. സോ ഇദ്ദേഹം ഇത് തന്നെയാണ് ഇനിയും ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ കരിയറിനെ കൂടി ഇത് അഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.